ഹലോ എവ്രിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെലാജിനലയെ പറ്റി പഠിക്കാം. അപ്പോൾ സെലാജിനലയുടെ സിസ്റ്റമാറ്റിക് പൊസിഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ സിസ്റ്റമാറ്റിക് പൊസിഷനിൽ നമുക്ക് ഒരു ഡിവിഷൻ, ക്ലാസ്, ഓർഡർ ആൻഡ് ഫാമിലി എന്നിങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ എഴുതുന്നത് അല്ലേ. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് സെലാജിനലയുടെ ലൈക്കോഫൈറ്റയാണ്, ക്ലാസ് എന്ന് പറയുന്നത് ലിഗുലോപ്സിഡയാണ്, ഓർഡർ എന്ന് പറയുന്നത് സെലാജിനെല്ലേൽസും, ഫാമിലി എന്ന് പറയുന്നത് സെലാജിനെല്ലേസിയുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെലാജിനെല്ല. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വളരുന്ന ഒരു ഫേണാണിത്. എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡൻസ് അങ്ങനെ പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പം ഈ ഹില്ലി ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസ്, അങ്ങനത്തെ തിക്ക് വെജിറ്റേഷൻ ഉള്ള ഏരിയാസിലൊക്കെ, മോയിസ്റ്റ് ഷേഡി റീജിയൻസിലൊക്കെ കാണുന്ന ഒരു ചെടിയാണിത്. ഇപ്പോൾ സെലാജിനെല്ലെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ഇതാണ്, സ്പൈക്ക് മോസ് എന്നും സ്മോൾ ക്ലബ് മോസ് എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് പെറ്റ് നെയിംസ് ആണ് സെലാജിനെല്ലയുടെ, സ്പൈക്ക് മോസ് ആൻഡ് സ്മോൾ ക്ലബ് മോസ്. വളരെ വലിയൊരു ജീനസ് ആണ് സെലാജിനെല്ല. ഇതിനകത്ത് 700ഓളം സ്പീഷീസ് ഉണ്ട്. മാത്രമല്ല കോസ്മോപോളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷനാണ്, എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റാറ്റ്സിൽ ഇത് വളരുന്നു. അതായത് വളരെ ലോ ലാൻഡ്സ് തൊട്ട് വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് വരെ സെലാജിനെല്ല വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. ലോ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ റീജിയൻസ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ റീജിയൻസ്. സെലാജിനെല്ലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മിക്ക സ്പീഷീസിനും വളരണമെങ്കിൽ മോയ്സ്ചറും ഷെയ്ഡും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ഹിൽ സൈഡ്സിൽ ഷെയ്ഡി ആയിട്ടുള്ള ഹിൽ സൈഡ്സിലാണ് കൂടുതലായിട്ടും സെലാജിനെല്ല സ്പീഷീസ് കാണപ്പെടുന്നത്. ഇതുകൂടാതെ തന്നെ ടെമ്പറേറ്റ് റീജിയൻസിലും കാണപ്പെടുന്നുണ്ട്. ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ മിതശീതോഷ്ണ മേഖല, നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല. ഇപ്പോൾ ടെമ്പറേറ്റ് റീജിയൻസിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഡി ആയിട്ടുള്ള ഹിൽ റീജിയൻസിൽ നമുക്ക് സെലാജിനെല്ല കാണാൻ സാധിക്കും, ടെമ്പറേറ്റ് റീജിയൻസിൽ. അപ്പോൾ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസിൽ നമുക്ക് സെലാജിനെല്ല സ്പീഷീസിനെ കാണാൻ കഴിയും. ഇനി ഇതുകൂടാതെ വളരെ സർപ്രൈസിംഗ് ആയിട്ട് മറ്റൊരു വിഭാഗം സെലാജിനെല്ല സ്പീഷീസും ഉണ്ട്, സീറോഫൈറ്റ്സ്. സീറോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിൽ വളരുന്ന പ്ലാന്റ്സ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ സെലാജിനെല്ലയുടെ ചില സ്പീഷീസ് സീറോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സീറോഫൈറ്റ്സിനെ നമുക്ക് റോക്ക് സർഫസസിൽ വളരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനത്തെ സെലാജിനെല്ല സ്പീഷീസ് ആണ് ഡെൻസ, പിലിഫിറ, റൂപ്പസ്ട്രിസ്, ബ്രയോപ്റ്ററിസ്, ലെപ്പിഡോഫില്ല എന്നിവ. ഓക്കെ, ഇതുകൂടാതെ ഒരു എപ്പിഫൈറ്റിക് സ്പീഷീസും കൂടെയുണ്ട് സെലാജിനെല്ലയിൽ, അതാണ് ഒറിഗാന. ഒറിഗാന എന്ന് പറയുന്ന സെലാജിനെല്ല സ്പീഷീസ് എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ് എന്താണെന്ന് അറിയാലോ, മറ്റൊരു പ്ലാന്റിന്റെ മേളിൽ വളരുന്ന പ്ലാന്റ്സിനെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ പാരസൈറ്റ് ആയിട്ടല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും അവർ വളരുന്നത്. അപ്പം നോട്ട് എസ് എ പാരസൈറ്റ്. സോ ദേ ഗ്രോ ഓൺ അനദർ പ്ലാന്റ് ബട്ട് നോട്ട് എസ് എ പാരസൈറ്റ്. അങ്ങനത്തെ പ്ലാന്റ്സിനെയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒറിഗാനയും ഇതുപോലെ മറ്റ് ട്രീ ട്രങ്ക്സിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ വളരുന്നതായിട്ട് കാണാറുണ്ട്. ഇതുകൂടാതെ മിക്ക സ്പീഷീസും ഗാർഡൻസിലും പിന്നെ ബൊട്ടാണിക്കൽ സൂസിലും ഒക്കെ ഇതുപോലെ ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ട് വളർത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ സീറോഫൈറ്റിക് സ്പീഷീസ് ഉണ്ടല്ലോ, അതിലെ 2 സ്പീഷീസായ ലെപ്പിഡോഫില്ല, പിലിഫെറ, ഈ 2 സ്പീഷീസും പ്രത്യേക തരത്തിലുള്ള ഒരു ഹാബിറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ടഫ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ ഡെൻസ് ആയിട്ട് വളരുന്നു. ഇതിനെയാണ് സെസ്പിറ്റോസ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെസ്പിറ്റോസ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റി എന്ന് പറഞ്ഞാൽ ഒരു പിടിയായിട്ട്, അതിനാണ് ടഫ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ഡെൻസ് ആയിട്ട് ടഫ്റ്റായിട്ട് വളരുന്നതിനാണ് സെസ്പിറ്റോസ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പം സീറോഫൈറ്റിക് സ്പീഷീസായ ലെപ്പിഡോഫില്ലയും പിലിഫെറയും ഈ പെർട്ടിക്കുലർ ഹാബിറ്റ് കാണിക്കുന്നുണ്ട്. എന്താണ് ആ ഹാബിറ്റ്? സെസ്പിറ്റോസ്. അതുകൂടാതെ തന്നെ ഈ 2 സ്പീഷീസും ഡ്രൈ സീസൺ ആകുമ്പം അങ്ങ് കേൾ ചെയ്ത് തന്നെ അങ്ങ് ഉരുണ്ട് കയറി ഒരു ബോൾ ഫോമിലിരിക്കും, ബോളായിട്ട്. എന്നിട്ട് മോയ്സ്ചർ തിരിച്ച് കിട്ടുമ്പോൾ മാത്രമാണ് വീണ്ടും പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് പഴയ ഫോം എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറിൽ ഫ്രഷ് ആയിട്ട് തിരിച്ചു വരും. ഇതിനെയാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാരണം എന്നാണ് മലയാളത്തിൽ അർത്ഥം. അതായത് മോയ്സ്ചർ അവൈലബിൾ ആകുമ്പോൾ ഈ പ്ലാന്റ്സ് ബോൾ പോലെ കേൾ ചെയ്തിരിക്കുന്ന ഈ പ്ലാന്റ്സ് തിരിച്ച് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനത്തെ പ്ലാന്റ്സിനെ റിസറക്ഷൻ പ്ലാന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം സെലാജിനെല്ലയുടെ 2 പ്ലാന്റ്സ് റിസറക്ഷൻ പ്ലാന്റ്സ് ആണ്. അത് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലെപ്പിഡോഫില്ലയും പിലിഫെറയും. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 70 സെലാജിനെല്ല സ്പീഷീസ് ഉണ്ട്.
അതിൽ 24 സ്പീഷീസും സൗത്ത് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസ് ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാമാണ്. ഏതൊക്കെ? ക്രോസിയാന, മോണോസ്പോറ, രൂപസ്ട്രിസ്, മെഗാഫില്ല, ബ്രയോപ്റ്ററിസ്, പെൻറ്റഗോണ, ക്രൈസോറൈസോസ് എന്നിവ. അതേസമയം സൗത്ത് ഇന്ത്യയിൽ കാണുന്ന സ്പീഷീസാണ് ഇതെല്ലാം. ഡെലിക്കാറ്റുല, പ്ലാന, ടെനീറ, സിലിയാറിസ് എക്സെട്ര. ഇതുകൂടാതെ ചില ഓർണമെൻ്റൽ പ്ലാന്റ്സും ഉണ്ട്. ഓർണമെൻ്റൽ സെലാജിനല്ല സ്പീഷീസ്. അതാണ് വിൽ ഡെനോവി, പ്ലാന, ഡിക്സിറ്റി എന്നിവ. അപ്പോൾ ഇതിൽ വിൽ ഡെനോവി എന്ന് പറയുന്ന സെലാജിനല്ല സ്പീഷീസിൻ്റെ മറ്റൊരു പേരാണ് പീകോക്ക് ഫേൺ. അപ്പോൾ ഇതിൻ്റെ ഭംഗി കാരണമാണ് ഇതിനെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ട്. ഓർണമെൻ്റൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, അതായത് മനോഹാരിതയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന പ്ലാന്റ്സിനെയാണ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻസിലെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്ന സെലാജിനല്ല സ്പീഷീസ് ഇതെല്ലാമാണ്. ഏതെല്ലാമാണ്? വിൽ ഡെനോവി, പ്ലാന ആൻഡ് ഡിക്സിറ്റി. ഇനി നമുക്ക് സെലാജിനല്ലയുടെ എക്സ്റ്റേണൽ മോർഫോളജിയെ പറ്റി പഠിക്കാം. അപ്പോൾ ദ പ്ലാന്റ് ബോഡി, അല്ലെങ്കിൽ നമ്മൾ പുറമേ കാഴ്ചയിൽ കാണുന്ന സെലാജിനല്ലയുടെ പ്ലാന്റ് ബോഡിയെ പറയുന്ന പേരാണ് സ്പോറോഫൈറ്റ്, അല്ലേ? എല്ലാ പ്ലാന്റ്സിനും അങ്ങനെയാണ്. പുറമേ കാണുന്ന പ്ലാന്റ് ബോഡിയാണ് സ്പോറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ ദ അഡൽട്ട് പ്ലാന്റ് ബോഡി ഓർ ദ എക്സ്റ്റേണൽ മോർഫോളജി ഓഫ് ദ പ്ലാന്റ് ബോഡി ഈസ് വാട്ട് ഈസ് നോൺ ആസ് ദ സ്പോറോഫൈറ്റ്. അപ്പോൾ സെലാജിനല്ല സ്പീഷീസ് വേരി ചെയ്യുന്നത് അതിൻ്റെ ഷേപ്പിലും സിമെട്രിയിലും മോർഫോളജിയിലുമാണ്. മിക്ക സ്പീഷീസും, അതായത് മെജോറിറ്റി സ്പീഷീസും പ്രോസ്ട്രേറ്റും ക്രീപ്പിങ്ങുമാണ്. പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ട് ഗ്രൗണ്ടുമായിട്ട് ചേർന്ന് വളരുന്നതിനെയാണ് പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പടർന്നു കയറുക. അപ്പോൾ അതിൽ ഏറ്റവും മോസ്റ്റ്ലി കോമൺ ആയിട്ട് ഈ രണ്ട് നേച്ചറും കാണിക്കുന്ന സ്പീഷീസിൽ 2 സ്പീഷീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രോസിയാന ആൻഡ് അപ്പോഡ. പിന്നെ ചില സ്പീഷീസ് മാത്രമാണ് ഇറക്റ്റായിട്ട് അപ്രൈറ്റ് ആയിട്ട് വളരുന്നത്. മാത്രമല്ല, ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് വളരുന്ന പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസ് മോസ് പോലെയായിരിക്കും ഇരിക്കുന്നത്. മോസ് എന്ന് പറഞ്ഞാൽ ഡോർഫ് ബ്രാഞ്ചസ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ട്രാക്കിഫില്ല, രൂപസ്ട്രിസ് എന്നിവയാണ്. ഓക്കെ, ഇതാണ് സെലാജിനല്ലയുടെ ഹാബിറ്റ്. അതായത് മെജോറിറ്റി ഓഫ് ദ മെജോറിറ്റി സെലാജിനല്ല സ്പീഷീസും ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഗ്രൗണ്ടുമായിട്ട് ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഈ ഒരു പൊസിഷനെയാണ് പ്രോസ്ട്രേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഗ്രൗണ്ടുമായിട്ട് ഹൊറിസോണ്ടലായിട്ട് ചേർന്ന് പോകുന്നതിനെയാണ് പ്രോസ്ട്രേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ഇറക്റ്റ് ബ്രാഞ്ചസ് വരുന്നു. ഈ ഇറക്റ്റ് ബ്രാഞ്ചസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കണ്ടോ. ഈ ഒരു ബ്രാഞ്ച് ഇങ്ങനെ വന്നിട്ട് 2ആയിട്ട് അതിൻ്റെ തുമ്പ് വെച്ചിട്ട്, തുമ്പ് എന്ന് പറഞ്ഞാൽ ടിപ്പ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. കണ്ടോ, പിന്നെ ലീഫ് കണ്ടോ, സ്റ്റെമ്മ്, റൈസോഫോർ എല്ലാ സ്പീഷീസിലും കാണണമെന്നില്ല, എന്നാലും മെജോറിറ്റി സ്പീഷീസിലും റൈസോഫോർ ഉണ്ടായിരിക്കും. റൈസോഫോർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ താഴേക്ക് വളരുന്ന സ്റ്റെംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ സ്പോറോഫൈറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? നെക്സ്റ്റ്, സം സെലാജിനല്ല സ്പീഷീസ് ആർ അപ്രൈറ്റ് വിത്ത് സെവറൽ സെൻറ്റിമീറ്റേഴ്സ് ലോങ് ബ്രാഞ്ചസ്. അപ്പോൾ ചില സെലാജിനല്ല സ്പീഷീസ് മേളിലോട്ടായിരിക്കും വളരുന്നത്, മാത്രമല്ല അതിൻ്റെ ബ്രാഞ്ചസും ലോങ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ഏതെല്ലാമാണ്? എരിത്രോപ്പസ്, സെലാജിനോയിഡ്സ് എക്സെട്ര. ചില സെലാജിനല്ല സ്പീഷീസ് ക്ലൈംബേഴ്സ് ആണ്, ക്ലൈംബ് ചെയ്ത് പോകുന്നവയാണ്. അതിന് എക്സാമ്പിൾസ് അലിഗൻസ്. ഇനി മിക്ക സെലാജിനല്ല സ്പീഷീസും പെരണിയൽസ് ആയിരിക്കും, ചിലത് ആനുവൽസ് ആയിരിക്കും. പെരണിയൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലം ജീവിക്കുന്നവയാണ് പെരണിയൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് ആനുവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെജോറിറ്റി സെലാജിനല്ല സ്പീഷീസും പെരണിയൽസ് ആയിരിക്കും. ദെൻ സ്പോറോഫൈറ്റ് റേഞ്ചസ് ഫ്രം എ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ടു 20 മീറ്റർ ഇൻ ലെങ്ത്. അപ്പം സെലാജിനല്ലയുടെ സൈസാണ് ഇനി പറയുന്നത്. വളരെ പൊക്കം കുറഞ്ഞ സെലാജിനല്ല സ്പീഷീസ് ഉണ്ട്, അതാണ് സെലാജിനല്ല സ്പിനുലോസ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സെൻറ്റിമീറ്റേഴ്സ് മാത്രമായിരിക്കും. എന്നാൽ ഏറ്റവും ഉയരം കൂടിയ സെലാജിനല്ലയുണ്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിൽ ഡെനോവി. ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെലാജിനല്ലയാണിത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 മീറ്റർ വരെ ആയിരിക്കും, അതായത് 20 മീറ്റർ വരെ അത് ഉയരം വയ്ക്കും. ഇനി പ്ലാന്റ് ബോഡിയുടെ സ്ട്രക്ചർ അനുസരിച്ച് സെലാജിനല്ലയെ വീണ്ടും 2 ജനീറയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 ജീനസ് ആയിട്ട്, ഹോമിയോഫില്ലവും ഹെട്രോഫില്ലവും. ഇത് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലീഫ് അനുസരിച്ചാണ്, ലീഫിൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലീഫ് ആണ് മെയിൻ ഫാക്ടർ, അല്ലാതെ അതിൻ്റെ വേറെ മറ്റ് ഫാക്ടേഴ്സ് അതിൽ ഉൾപ്പെടുന്നു. എങ്കിലും ലീഫിൻ്റെ അടിസ്ഥാനത്തിലാണ്
മെയിനായിട്ട് ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഹോമിയോഫില്ലം എന്ന് പറഞ്ഞാൽ ഹോമിയോഫില്ലത്തിലെ സ്പീഷീസ് ഇറക്റ്റ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ മേളിലോട്ട് വളരുന്ന പ്ലാന്റ്സ് ആയിരിക്കും. അതുമാത്രമല്ല അതിൻ്റെ ബ്രാഞ്ചസ് ടിപ്പ് വെച്ചിട്ട് രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതിനെയാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത് അല്ലേ. ഇതുകൂടാതെ ഈ ഹോമിയോഫില്ലം എന്ന് പറയുന്ന ജനീറയ്ക്ക് അകത്ത് വരുന്ന പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഐസോഫില്ലസ് ആയിരിക്കും. ഐസോഫില്ലസ് എന്ന് പറഞ്ഞാൽ സെയിം സൈസിലുള്ള ലീവ്സ് ആയിരിക്കും. ലീവ്സ് എല്ലാം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് അതിന് ഹോമിയോഫില്ലം എന്നുള്ള പേര് വരാൻ കാരണം. ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്പൈറൽ ആയിട്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ജീനസിനകത്ത് 50 സ്പീഷീസ് ഓഫ് സെലാജിനെല്ലയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് റൂപ്പസ്ട്രിസ്, സെലാജിനോയിഡ്സ്, പിഗ്മിയ എക്സെട്ര. അപ്പോൾ ഹോമിയോഫില്ലത്തിൻ്റെ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ അപ്രൈറ്റ് ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് ഹോമിയോഫില്ലത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ്. മാത്രമല്ല ഇതിൻ്റെ ബ്രാഞ്ചസ് രണ്ടായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നിൽക്കും. ഇതിനെയാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് വിളിക്കുന്നത്. ഇനി ലീവ്സ് ഐസോഫില്ലസ് ആണ്. ഐസോഫില്ലസ് എന്ന് പറഞ്ഞാൽ സിമിലർ സൈസിലുള്ള ലീവ്സ് ആയിരിക്കും. എല്ലാ ലീവ്സിനും ഒരേ സൈസ് ആയിരിക്കും. ലീവ്സ് സ്പൈറൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 50 സ്പീഷീസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ജീനസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ വിഭാഗമാണ് ഹെറ്ററോഫില്ലം. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് എന്നുള്ള അർത്ഥമാണ്. ഫില്ലം എന്ന് പറഞ്ഞാൽ ലീഫ് അല്ലേ. അപ്പം രണ്ട് തരത്തിലുള്ള ലീവ്സ് ഉണ്ടെന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ വേർഡിന് അർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ജീനസിനകത്ത് ഉള്ള സ്പീഷീസ് പ്രോസ്ട്രേറ്റ് ആയിരിക്കും. പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് ഗ്രൗണ്ടുമായിട്ട് ഹൊറിസോണ്ടലായിട്ടായിരിക്കും വളരുന്നത്. അതിനെയാണ് പ്രോസ്ട്രേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ സ്റ്റെംസ് ഡോർസി വെൻട്രൽ ആയിരിക്കും. ഡോർസി വെൻട്രൽ സ്റ്റെം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെമ്മിൻ്റെ ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഡോർസൽ സർഫസ് എന്ന് പറഞ്ഞാൽ മേളിലത്തെ ഭാഗം, വെൻട്രൽ സർഫസ് എന്ന് പറഞ്ഞാൽ താഴത്തെ ഭാഗം. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഈ രണ്ട് സർഫസസും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്റ്റെംസ് ആയിരിക്കും കാണുന്നത്. മാത്രമല്ല ഈ സ്റ്റെമ്മിൽ നിന്ന് മേളിലേക്ക് ഇറക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതുകൂടാതെ തന്നെ ഇതിനകത്തുള്ള ലീവ്സ് എല്ലാം ഡൈമോർഫിക് ആയിരിക്കും. ഡൈമോർഫിക് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള ലീവ്സ് ആയിരിക്കും ഈ ഹെട്രോഫില്ലത്തിനകത്ത് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിന് ഹെട്രോഫില്ലം എന്നുള്ള പേര് കിട്ടാൻ കാരണം. അതായത് ചില ലീവ്സ് സ്മോളും ചില ലീവ്സ് ലാർജും ആയിരിക്കും. ഇതിൽ മേൽഭാഗത്ത് വളരുന്ന ലീവ്സ് ആയിരിക്കും സ്മോൾ ലീവ്സ്. മേൽഭാഗത്തിനെയാണ് ഡോർസൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മേൽഭാഗത്തുള്ള ലീവ്സ് സ്മോൾ ലീവ്സും പിന്നെയോ താഴ്ഭാഗത്തുള്ള വെൻട്രൽ സർഫസിലുള്ള ലീവ്സ് ലാർജ് ലീവ്സും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അതായത് ഹെട്രോഫില്ലത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഈ പറഞ്ഞത്. ഹെട്രോഫില്ലം ഇതുപോലെ പ്രോസ്ട്രേറ്റ് ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെ ബ്രാഞ്ചസ് ഇറക്റ്റ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് ഇതുപോലെ വളരും. പിന്നെ സ്റ്റെമ്മ ഡോർസി വെൻട്രൽ ആയിരിക്കും. ആ ഡോർസി വെൻട്രലിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. അതായത് ഡോർസൽ സർഫസും വെൻട്രൽ സർഫസും ഡിഫറെൻ്റ് ആയിരിക്കും സ്റ്റെമ്മിൻ്റെ. പിന്നെ ഫോളിയേജ് ലീവ്സ് ഡൈമോർഫിക് ആയിരിക്കും. അതായത് രണ്ട് സൈസിലുള്ള ലീവ്സ് നമുക്ക് ഈ പ്ലാന്റിൽ കാണാൻ സാധിക്കും. സ്മോൾ ലീവ്സും ലാർജ് ലീവ്സും. ഇതിൽ ഡോർസൽ സർഫസിലുള്ള ലീവ്സ് സ്മോൾ ലീവ്സും വെൻട്രൽ സർഫസിലുള്ള ലീവ്സ് ലാർജ് ലീവ്സും ആയിരിക്കും. ഇതാണ് ഹെട്രോഫില്ലത്തിൻ്റെ സ്പെഷ്യാലിറ്റി. മനസ്സിലായോ? മെജോറിറ്റി സെലാജിനെല്ല സ്പീഷീസും ഹെട്രോഫില്ലത്തിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹോമോഫില്ലവും ഹെട്രോഫില്ലവും ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുകയാണ്. എ എന്ന് പറയുന്നത് ഹെട്രോഫില്ലമാണ്, സി എന്ന് പറയുന്നത് ഹോമോഫില്ലമാണ്. കണ്ടോ? അപ്പോൾ ഹെട്രോഫില്ലം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹൊറിസോണ്ടലായിട്ട് ഗ്രൗണ്ടുമായിട്ട് ചേർന്ന് കാണുന്നു. ഇതിനെയാണ് പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ സ്റ്റെംസ് ബ്രാഞ്ചസ് അപ്രൈറ്റ് ആയിട്ട് ആയിരിക്കും കാണപ്പെടുന്നത്. ദെൻ ഇത് ലീവ്സ് നോക്കൂ. ഹെട്രോഫില്ലത്തിൻ്റെ ലീവ്സ് ആണ്. ഈ ബി എന്ന് പറയുന്നത് ലീവ്സ് ആണ്. ഹെട്രോഫില്ലത്തിനകത്ത് രണ്ട് തരത്തിലുള്ള ലീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. വെൻട്രൽ അതായത് ലാർജ് ലീവ്സും സ്മോൾ ലീവ്സും. ഇതിൽ ഡോർസൽ ലീവ്സ് എന്ന് കാണിച്ചിരിക്കുന്ന ലീവ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഡോർസൽ ലീവ്സിൻ്റെ സൈസ് ചെറുതാണ് അല്ലേ. അപ്പോൾ ഡോർസൽ ലീവ്സ് സ്മോൾ ആയിരിക്കും. വെൻട്രൽ ലീവ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. വെൻട്രൽ ലീവ്സ് ലാർജ് ആയിരിക്കും. കണ്ടോ? അതുകൊണ്ടാണ് ഇതിന് ഹെട്രോഫില്ലം എന്നുള്ള പേര് വരാൻ കാരണം. ഇനി സി നോക്കൂ. സി ആണ് ഹോമിയോഫില്ലം. ഹോമിയോഫില്ലമാണ് സി. മറ്റേത് ഹെട്രോഫില്ലം, ഹെറ്ററോ. ഓക്കെ, അപ്പോൾ ഹോമിയോഫില്ലത്തിൽ എങ്ങനെയായിരിക്കും നോക്കിക്കേ. ഹോമിയോഫില്ലത്തിൽ ഇതുപോലെ ഇറക്റ്റായിട്ട് അപ്രൈറ്റ് ആയിട്ട് മേളിലോട്ടല്ലേ നിൽക്കുന്നത്. സാധാരണ ചെടി വളരുന്ന പോലെ മേളിലോട്ടാണ് വളരുന്നത്. ഇതിനെയാണ് അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ അപ്രൈറ്റ് ആയിട്ടാണ് വളർന്നിരിക്കുന്നത്. മാത്രമല്ല ഇതുപോലെ തന്നെ ഈ ബ്രാഞ്ചസ് രണ്ടായിട്ട് ഡൈക്കോട്ടമസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ
അപ്രൈറ്റ് പൊസിഷനിലാണ്. ഈ ലീവ്സ് എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ലീവ്സ് നോക്കൂ, എല്ലാം ഒരേ സൈസിലുള്ള ലീവ്സ് ആണ്. ഇതാണ് ഹോമിയോഫില്ലത്തിൻ്റെ പ്രത്യേകത. ഇതിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഏതിനകത്താണ് ഉള്ളത്? ഹെട്രോഫില്ലത്തിനകത്താണ്. ഹെട്രോഫില്ലത്തിനകത്താണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ളത്. ഈ പ്രോസ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന സ്പീഷീസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, ദ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് പറയാൻ കാരണം തന്നെ എന്തുകൊണ്ടാണ്? അതിനൊരു റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. ദെൻ ഇത് മാത്രമല്ല, മിക്കവാറും ഉള്ള സ്പീഷീസിൽ റൈസോഫോർസും കാണാൻ സാധിക്കും. റൈസോഫോർ എന്ന് പറഞ്ഞാൽ താഴേക്ക് വളരുന്ന ഷൂട്ട്സ് ആണ്. ഡൗൺവേർഡ്ലി ഗ്രോയിങ് ഷൂട്ട്സിനെയാണ് റൈസോഫോർ എന്ന് പറയുന്നത്. ഇതാ ഈ ഒരു പിക്ചറിൽ റൈസോഫോർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടോ? റൈസോഫോർ കണ്ടോ? ഇനി ഓക്കെ, സ്റ്റെം. നമുക്ക് സ്റ്റെമ്മും കൂടെ പഠിച്ചിട്ട് നിർത്താം. സ്റ്റെം എന്ന് പറയുന്നത് സെലാജിനെല്ല പ്ലാന്റ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. സ്റ്റെമ്മ് വളരെ ഗ്രീൻ കളറിലിരിക്കും, വളരെ കുഞ്ഞ് സ്റ്റെമ്മാണ്. പക്ഷേ കുഞ്ഞ് സ്റ്റെമ്മാണെങ്കിലും സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല മിക്ക ജീനസിലും ഇറക്റ്റ് ആയിരിക്കും അല്ലേ. ബ്രാഞ്ചസ് എങ്കിലും ഇറക്റ്റ് ആയിട്ട് നിൽക്കും. പിന്നെ ഹോമിയോഫില്ലത്തിലെ സ്റ്റെമ്മ് വീക്കാണ്. അപ്പോൾ ഹോമിയോഫില്ലം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ സ്റ്റെമ്മ് കമ്പാരിറ്റീവ്ലി വീക്ക് സ്റ്റെംസ് ആയിരിക്കും. അതേസമയം ഹെട്രോഫില്ലത്തിലെ സ്റ്റെംസ് പ്രോസ്ട്രേറ്റ് ആയിരിക്കും. മാത്രമല്ല സബിറക്റ്റ് ആയിരിക്കും, കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. ദെൻ ബ്രാഞ്ചിങ് ഓഫ് ദ സ്റ്റെം ഈസ് ഓൾവേസ് ഡൈക്കോട്ടമസ്. അപ്പം സ്റ്റെമ്മിൻ്റെ ബ്രാഞ്ചിങ് വന്നിട്ട് ഡൈക്കോട്ടമസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഹോമിയോഫില്ലത്തിലെ ബ്രാഞ്ചിങ് ഡൈക്കോട്ടമസ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഹെട്രോഫില്ല സ്പീഷീസിലും ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഉണ്ട് കേട്ടോ. അത് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ ബാക്കിലോട്ട് ഇത് മൂവ് ചെയ്യാണ്. ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നത് വേറൊന്നിനുമല്ല, ഹെട്രോഫില്ലം കാണിക്കാനാണ്. അപ്പോൾ ഹെട്രോഫില്ലത്തിൽ സ്റ്റെമ്മും ബ്രാഞ്ചിങ് ഉണ്ട്. സ്റ്റെമ്മിനകത്തും ബ്രാഞ്ചിങ് ഉണ്ട്. അതാ ഈ ഒരു പിക്ചറിൽ കണ്ടോ സ്റ്റെം ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഹെട്രോ എന്ന്. ഹെട്രോഫില്ലത്തിൽ സ്റ്റെം കണ്ടോ ഇങ്ങനെ മേളിലോട്ട് വന്നിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെട്രോഫില്ലസിലും ഈ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ ഹോമോഫില്ലസിലും ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഉണ്ട്. Then, in majority of species, reproductive structures are called strobili or spikes or cone. അപ്പം ഈ സെലാജിനെല്ലയുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് സ്ട്രോബൈലൈ, കോൺ ഓർ സ്പൈക്സ്. ആൻഡ് ദേ ഡെവലപ്പ് അറ്റ് ദ എപ്പിക്സസ് ഓഫ് ദീസ് ബ്രാഞ്ചസ്. ഈ ബ്രാഞ്ചസിൻ്റെ ഏറ്റവും എപ്പെക്സിലാണ് ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് വളരുന്നത്. മനസ്സിലായോ? അപ്പോൾ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ സെലാജിനെല്ലയുടെ ബ്രാഞ്ചസിൻ്റെ എപ്പെക്സിലാണ്. And apical growth of the stem takes place by the activity of a single apical cell or a group of apical initials. അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ എപ്പിക്കൽ ഗ്രോത്ത് നടക്കുന്നത് ഒരു സിംഗിൾ എപ്പിക്കൽ സെൽ കാരണമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എപ്പിക്കൽ സെൽസ് കാരണമോ ആയിരിക്കും. അപ്പോൾ എപ്പിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ടിപ്പ് മോസ്റ്റ് പോർഷൻ ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് എപ്പിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിക്കൽ ഗ്രോത്ത് ഉള്ളത് കൊണ്ടാണ് ഒരു പ്ലാന്റ് ഉയരം വെക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഉയരം വെക്കാൻ ആക്ച്വലി കാരണമാകുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള മെറിസ്റ്റമാറ്റിക് സെല്ലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെറിസ്റ്റമാറ്റിക് സെൽസോ കാരണമാണ്. അപ്പോൾ സെലാജിനെല്ലയിലും ഒരു പെർട്ടിക്കുലർ സിംഗിൾ എപ്പിക്കൽ സെൽ കാരണമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എപ്പിക്കൽ സെൽസ് കാരണമോ ആയിരിക്കും ഈ എപ്പിക്കൽ ഗ്രോത്ത് നടക്കുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിന് പറയുന്ന പേരാണ് ഇനീഷ്യൽസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലീവ്സിനെ പറ്റി പഠിക്കാം കേട്ടോ. താങ്ക്സ് അലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ് ആൻഡ് കോപ്പറേഷൻ. താങ്ക് യു.